കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി കേരള പോലീസിന്റെ തലവേദനയായി മാറിയിരിക്കുകയാണ്. ഒരു വശത്ത് കേരള പോലീസിന്റെ തലവേദന എന്ന് പറയുമ്പോൾ മറുവശത്ത് ജനങ്ങൾക്കൊരു ഭീതി, ഉള്ളിന്റെ ഉള്ളിൽ ഒരു ഭീതി ഉണ്ടാകും. പോലീസിനെ വെല്ലുവിളിക്കുന്നു, ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ വെല്ലുവിളിക്കുന്നു, എന്നിട്ടും ആളിനെ ഇതുവരെയും പിടിക്കാൻ കഴിയുന്നില്ല. അത് കേരള പോലീസിലുള്ള വിശ്വാസം കുറയ്ക്കും. കഴിഞ്ഞ 10 വർഷമായി കേരള പോലീസിൽ വലിയ വിശ്വാസമൊന്നുമില്ല. ജനമൈത്രി പോലീസ് എന്നൊക്കെ നമ്മൾ വെറുതെ പറയുന്നതാണെന്ന് പറയുമ്പോൾ ഓപ്പറേഷൻ തൂഫാനുമായി കേരള പോലീസിനോട് ഒരു ഇതുവരെ ഉണ്ടായിരുന്ന ബഹുമാനത്തിനപ്പുറത്തേക്ക് ബഹുമാനവും സ്നേഹവും ഒക്കെ തോന്നുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിലാണ് അർജുന അയങ്കിയെ പോലെ ഒരാൾ കേരള പോലീസിനെ വെല്ലുവിളിക്കുന്നു. ഇതുവരെയും അദ്ദേഹത്തെ കണ്ടെത്താനോ അറസ്റ്റ് ചെയ്യാനോ ഒന്നും കഴിയുന്നില്ല. അതിനപ്പുറത്തേക്ക് വലിയ രീതിയിലുള്ള നുണപ്രചരണങ്ങൾ, അത് അയങ്കിയുടെ ഭാഗത്തു നിന്ന് തന്നെ വലിയ രീതിയിലുള്ള നുണപ്രചരണങ്ങൾ ഉണ്ടാകുന്നു. അത്തരത്തിൽ കേരള പോലീസും ആഭ്യന്തര വകുപ്പും വലിയൊരു പ്രതിസന്ധിയിൽ തന്നെയല്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അർജുന തലവേദന സൃഷ്ടിക്കുന്നു എന്ന് പറയുന്നത് തന്നെയാണ് ശരി. കാരണം ഇത്രയും ദിവസമായിട്ട് പിടിയിലാകാൻ പറ്റിയില്ല. അതുമാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ, വെല്ലുവിളിച്ചുകൊണ്ടുള്ള പോസ്റ്റുകൾ നിരന്തരം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ കുറച്ചൊന്ന് തണുത്ത രീതിയിലാണെങ്കിലും പക്ഷെ ചില വാക്കുകളും പല ആഭ്യന്തര മന്ത്രിയെ വരെ വെല്ലുവിളിക്കാൻ തയ്യാറായിരുന്നു. കാരണം ആ ഒരു ലെവലിലേക്ക് അയങ്കി എത്തി എന്നുള്ളത് മനസ്സിലാക്കുക. അത്രയും വളർത്തിയത് ഒരുപക്ഷെ മുൻ സർക്കാരിന്റെ പിന്തുണയോടുകൂടി ആയിരിക്കാം എല്ലാ കാര്യങ്ങളും. അത് ആയെങ്കിൽ തന്നെ പറയുന്നുണ്ട്, ഇത് എന്റെ പാർട്ടിയല്ല, വളർന്ന പാർട്ടി വേറെയാണ്, അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആഭ്യന്തരമന്ത്രിയെ തന്നെ വെല്ലുവിളിച്ചിരിക്കുന്നത്. അതേസമയം പുതിയൊരു സംഭവം, അർജുൻ ആയങ്കിയെ പിന്തുണച്ചുകൊണ്ട് ആകാശ് തില്ലങ്കേരി എത്തിയിട്ടുണ്ട്. കാരണം ഇതേ സുഹൃത്താണ്, നിരവധി കേസുകളിലെ പ്രതിയുമാണ് ആകാശ് തില്ലങ്കേരി. ഇതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ഇവര് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്ന കാര്യം വേറൊരു സംഭവമാണ്. കാരണം ഇന്ന് തന്നെ ഉണ്ടായത്, മുട്ടിന് താഴെ വെടിവെക്കാൻ, അല്ലെങ്കിൽ അർജുൻ ആയങ്കിയെ കണ്ടാൽ വെടിവെക്കാമെന്ന് ആഭ്യന്തര വകുപ്പ് ഉത്തരവിട്ടു എന്നുള്ള രീതിയിലുള്ള ഒരു വ്യാജ പ്രചരണം നടക്കുന്നുണ്ടായിരുന്നു. ഫേസ്ബുക്കിൽ ഇട്ടത് ആയങ്കി തന്നെയാണ്. അത് ആ ഒരു രീതിയിലേക്ക് മാറ്റിയാണ്. കാരണം ജനങ്ങളുടെ അങ്ങനെ ഒരാളെ വെടിവെക്കാൻ പറ്റുമോ എന്നുള്ളത് ആ രീതിയിലേക്ക് ആഭ്യന്തര വകുപ്പിനെതിരെ ഒരു നീക്കം തന്നെയാണ് നടത്തിയിട്ടുണ്ടാവുക. ഒരു തന്ത്രപരമായ നീക്കമാണ്. അപ്പോൾ ഇന്ന് വളരെ കൃത്യമായിട്ട് രമേശ് ചെന്നിത്തല അതിനുള്ള ഉത്തരം നൽകിയിട്ടുണ്ട്. കാരണം ഇങ്ങനെ ഒരു സംഭവം ഗുണ്ടകൾ പലതും പറയും, അതൊക്കെ നമുക്ക് നോക്കാം എന്നാണ് പറഞ്ഞത്. കാരണം നിരവധി കേസിലെ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു ഉത്തരവ് ഉണ്ടായിട്ടില്ല എന്ന്, നിർദ്ദേശം നൽകിയിട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കി പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ സോഷ്യൽ മീഡിയയിലൊക്കെ എന്താണ് പ്രചരിക്കുന്നത്, വെടിവെക്കാൻ, ആയങ്കിയെ കണ്ടാൽ വെടിവെക്കാൻ നിർദ്ദേശം നൽകി. പിന്നെ വണ്ടി വളഞ്ഞിട്ട്, അതായത് ചേസ് ചെയ്ത് വരുമ്പം നടുക്കിൽ കയറ്റി നിർത്തി പിടിക്കാം, അറസ്റ്റ് ചെയ്യണം, എങ്ങനെ വേണമെങ്കിലും പിടികൂടാം, വെടിവെച്ചാണെങ്കിൽ വെടിവെച്ച് പിടികൂടാം എന്നുള്ള രീതിയിലാണ് പ്രചരണം നടക്കുന്നത്. ഇതൊക്കെ പറഞ്ഞത് ആരാണ്? ആയങ്കിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെയാണ്. ഇപ്പൊ അതിന് പിന്തുണച്ചുകൊണ്ടാണ് ആകാശ് തില്ലങ്കേരി എത്തിയിരിക്കുന്നത്. ആകാശ് തില്ലങ്കേരിയുടെ പോസ്റ്റ് മാസ് ഡയലോഗുകളോട് കൂടിയാണ്. കാരണം ഇത് ബീഹാർ അല്ല, വാക്കിന് തോക്കല്ല മറുപടി, തോക്കുകൾ തികയാതെ വരും. അങ്ങനത്തെ തോക്കുകൾ ഇതിന്റെ അകത്ത് പ്രധാനമായിട്ട് ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ അർജുൻ ആയങ്കി പറയുന്നത് സംസ്ഥാനത്തിനോ രാജ്യത്തിനോ ഗുണമാകുന്ന ഒരു കാര്യം പറയുമ്പോഴാണ് വാക്കിന് തോക്ക്. ഇപ്പൊ തോക്ക് എന്ന് പറയുന്ന ഒരു സാധനമേ, അല്ലെങ്കിൽ വെടിവെക്കാവുന്ന ഒരു ഓപ്ഷനെ ആഭ്യന്തര വകുപ്പിന്റെ കീഴിൽ നിന്ന് പറഞ്ഞിട്ടില്ല. എന്നിട്ട് പോലും പറയുന്നത് വാക്കിന് തോക്കല്ല മറുപടി. ആശയം കൊണ്ട് പോരാടുന്ന കാര്യവുമല്ല ഇത്. ഒളിവിലിരുന്നു കൊണ്ട് ഒരാൾ കേരള പോലീസിനെയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ അടക്കം തെറിവിളിക്കുന്ന, അല്ലെങ്കിൽ തെറിവിളിക്കുകയല്ല, വെല്ലുവിളിക്കുന്ന രീതിയിലേക്ക്. ഇപ്പൊ നമ്മൾ ഇതിനു മുൻപും പലപ്പോഴും മുൻ മുഖ്യമന്ത്രിക്കൊക്കെ ഫോൺ കോളുകൾ വന്നിട്ടുണ്ട്, ഉപദ്രവിക്കുമെന്നുള്ള രീതിയിലൊക്കെ ഫോൺ കോൾ വന്ന് അതൊക്കെ കണ്ടെത്തിയിട്ടുമുണ്ട്. ഇത് അങ്ങനെ പോലുമല്ല, പല കേസുകൾ ഇനി എന്താണ് നടക്കാൻ, ആദ്യം പോലീസ് ഉദ്യോഗസ്ഥരെ വെല്ലുവിളിക്കുമ്പോൾ ആഭ്യന്തര വകുപ്പ് മന്ത്രി പറയുന്നുണ്ട്, ഇനി എന്താണ് നടക്കാൻ പോകുന്നത് നമുക്ക് കാണാമെന്ന് പറയുമ്പോൾ അർജുൻ ആയങ്കിയുടെ വളർന്നു വന്ന പ്രസ്ഥാനം ഏതാണെന്ന് പറയുന്നുണ്ട്. അർജുൻ ആയങ്കിയുടെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം, അദ്ദേഹം ഒരു CPM-കാരനാണ്. കണ്ണൂർ രാഷ്ട്രീയത്തിൽ നിന്ന് വന്ന, കണ്ണൂരിലെ അക്രമ രാഷ്ട്രീയത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഗുണ്ടാ രാഷ്ട്രീയത്തിൽ നിന്ന് വളർന്നു വന്ന ഒരാളാണ്. മുൻപ്, അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുൻപ് CPM-ന്റെ സൈബർ ഹാൻഡിലുകളിൽ CPM-ന്റെ ശബ്ദമായിട്ട്, അല്ലെങ്കിൽ CPM-ന്റെ മുഖമായി നിന്ന ആളാണ്. പിന്നെ ഈ പറയുന്ന പോലെ കണ്ണൂർ രാഷ്ട്രീയത്തിൽ അക്രമം കുറയുന്ന സമയത്താണ്, അതാണ് ഞാൻ പറഞ്ഞത്, സ്വർണം പൊട്ടിക്കുന്ന കേസിലേക്ക് അദ്ദേഹം എത്തുന്നത് കണ്ണൂർ രാഷ്ട്രീയത്തിൽ അക്രമ സംഭവങ്ങൾ കുറയുന്ന പശ്ചാത്തലത്തിലാണ് ഇവർ സ്വർണ്ണ കേസിലേക്കും സ്വർണം പൊട്ടിക്കുന്ന കേസിലേക്കൊക്കെ വരുന്നത്. അപ്പോൾ ഇത്രയും കേസുകളിലെ പ്രതിയായിട്ടുള്ള ഒരാൾ, അല്ലെങ്കിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണ്. അദ്ദേഹം പറയുന്നത്, ഇപ്പൊ ആഭ്യന്തര വകുപ്പ് മന്ത്രി പറഞ്ഞപ്പോൾ പോലും അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ കേസ് ഒന്നുകൂടി പുനരന്വേഷിക്കണം, അതിൽ ഞാൻ കുറ്റക്കാരനല്ല എന്ന് കാണുകയാണെങ്കിൽ ആ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി എടുക്കണം എന്ന് പറയുന്നത്
അദ്ദേഹം നിരപരാധിയാണ് എന്ന തോന്നലിൽ അദ്ദേഹത്തിന് അത് പറയാം, അല്ലെങ്കിൽ തെറ്റ് ചെയ്തിട്ടില്ല എന്ന പൂർണ്ണ ബോധ്യത്തിൽ അത് പറയാം കുടിക്കിയതാണെങ്കിൽ. പക്ഷെ അദ്ദേഹത്തിന്റെ പശ്ചാത്തലം കൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇത്രയും കേസുകളിൽ പ്രതിയായിരുന്ന ഒരാൾ, പിന്നെ പോലീസുകാരെ അധിക്ഷേപിക്കേണ്ട കാര്യമില്ല. ഇദ്ദേഹം ഇത്രത്തോളം നല്ല, അല്ലെങ്കിൽ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പൂർണ്ണ ഉറപ്പുള്ള ആളാണെങ്കിൽ അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ ഈ പോലീസ് ഉദ്യോഗസ്ഥരെയോ അല്ലെങ്കിൽ സേനയെ തന്നെ അപമാനിക്കുന്ന രീതിയിലൊരു നിലപാടെടുക്കരുതായിരുന്നു. ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ കണ്ടിട്ട് ആവശ്യപ്പെടാമായിരുന്നല്ലോ. ഇത് മാത്രമല്ല, എന്തായാലും ഭരണം മാറിയത് എന്നും അർജുൻ ആങ്കി അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. കാരണം നേരത്തെ നൽകി കിട്ടിയ പിന്തുണ ഇപ്പോഴും കിട്ടുമെന്നുള്ളൊരു, കാരണം അങ്ങനെ ഒരു വെല്ലുവിളി ആഭ്യന്തരമന്ത്രിയോട് നടത്തണമെങ്കിൽ ഒന്നുകിൽ ആ പറയുന്നതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും ഒരു പിന്തുണ ഇതിനകത്ത് ഉണ്ടാവായിരിക്കും. എന്ത് തന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു വിശ്വാസമാണ് ആയിരിക്കും. അങ്ങനെ ഈ ഒരു വിഷയത്തിൽ CPM-ന്റെ നിലപാട് നമ്മൾ ശ്രദ്ധിക്കണം. വളരെ ഒരു മൗനമായിട്ടുള്ള, വലിയ പ്രതികരണങ്ങളിലേക്കൊന്നും ആരും പോകുന്നില്ല. അതെന്തുകൊണ്ടാണ് എന്നൊരു ചോദ്യമുണ്ടല്ലോ. അർജുനെ സപ്പോർട്ട് ചെയ്യുകയാണോ ഇവർ ചെയ്യുന്നത്, എന്താണ്? അല്ലെങ്കിൽ പഴയ CPM-കാരനായതുകൊണ്ടാണോ? കണ്ണൂർ രാഷ്ട്രീയത്തിൽ നിന്ന് അദ്ദേഹം തന്നെ പ്രതികരിക്കേണ്ട ഒരു സമയമുണ്ടായിരുന്നു. എപ്പോഴാണ്? ഞാൻ വളർന്നു വന്ന രാഷ്ട്രീയം ഇതല്ല എന്ന് പറയുമ്പോൾ CPM-ലെ മുതിർന്ന നേതാക്കൾക്കൊക്കെ പ്രതികരിക്കാമായിരുന്നു. കാര്യം പാർട്ടി ഇതിലേക്ക് വലിച്ചഴക്കേണ്ടെന്നോ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം സംസ്ഥാനത്തിന് ഗുണമുണ്ടാകുന്ന കാര്യമൊന്നും അല്ലല്ലോ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുപോലും ഉണ്ടായിട്ടില്ല. അപ്പൊ രാഷ്ട്രീയമായി ഇതിനെ നോക്കി കാണേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇതിൽ സോഷ്യൽ മീഡിയയിൽ വരുന്ന പോസ്റ്റുകൾ നമ്മൾ ശ്രദ്ധിച്ച് കാണും. കാരണം സോഷ്യൽ മീഡിയയിലെ ആൾക്കാർ അർജുൻ ആങ്കിയുടെ പോസ്റ്റുകൾ വായിച്ചു കഴിഞ്ഞാൽ ഒരു ആവേശം കൊള്ളുകയും അല്ലെങ്കിൽ അർജുനെ പിന്തുണയ്ക്കാനുള്ള സാഹചര്യം. കാരണം അതിനകത്ത് വരുന്ന പോസ്റ്റുകൾ മൊത്തം സർക്കാരിനെതിരാണ്, അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിനെതിരാണ്, പോലീസിനെതിരായിട്ടുള്ള കാര്യം. മുട്ടിന് വെടിവെച്ചാലും മുട്ടുമടക്കില്ല എന്നുള്ള രീതിയിൽ മാസ് ഡയലോഗുകളാണ് എല്ലാ പോസ്റ്റുകളിലും ഉള്ളത്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവാതെ തന്നെ ഇങ്ങനെ ഒരു ഒരു ക്രിയേറ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. കാരണം പിന്തുണ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും ഒരു പക്ഷേ ജനങ്ങളുടെ ഇടയിലേക്ക് ഒരു അല്ലെങ്കിൽ ഒരു തെറ്റായിട്ടുള്ള കാര്യം പ്രചരിപ്പിക്കുകയാണ്. അപ്പൊ വിചാരിക്കുന്ന എന്താണ്? ആഭ്യന്തര വകുപ്പ് ഇതുപോലെ ആരെങ്കിലും എതിരെ പോസ്റ്റ് ഇട്ടാൽ, അല്ലെങ്കിൽ സർക്കാരിനെതിരെ ആരെങ്കിലും ഒരാൾ പോസ്റ്റ് ഇട്ടാൽ അവരെയൊക്കെ കൊല്ലുന്ന, അല്ലെങ്കിൽ അവരെയൊക്കെ വാക്കിന് തോക്കെടുക്കുന്ന രീതിയിലേക്ക് ഗവൺമെന്റ് മാറി, അല്ലെങ്കിൽ അതപ്പതിച്ചു എന്നൊക്കെ വരുത്തി തീർക്കാൻ രാഷ്ട്രീയ പ്രചരണമാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ സാഹചര്യം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്കിൽ മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കോ പുതിയ സർക്കാരിനെ വിമർശിച്ചുകൊണ്ടല്ല ഇടുന്നത്. പോലീസുകാരെ വെല്ലുവിളിക്കുന്നു, സേനയെ ഒളിവിലാണത്. ഒളിവിലിരിക്കുന്ന ഒരാൾ, പിന്നെ എന്തൊക്കെ പറഞ്ഞാലും കേരള പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച തന്നെയാണ്. ഇത്രയും ദിവസമായിട്ടും പിടിക്കാനാകുന്നില്ല. നിരന്തരമായി, അല്ലെങ്കിൽ അദ്ദേഹം പോസ്റ്റ് ഇടക്കം പോലും അവസാനിപ്പിക്കുന്നില്ല, നിരന്തരമായി തന്നെയാണ് പോസ്റ്റുകൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി അർജുനായെങ്കിൽ മറ്റൊരു കാര്യം ചിന്തിക്കണം. മുൻകൂർ ജാമ്യം എടുക്കാൻ പോകുന്ന, അല്ലെങ്കിൽ മുൻകൂർ ജാമ്യം എടുത്തിട്ടേ വരൂ എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ജാമ്യം കിട്ടാത്തൊരു സാഹചര്യം എന്നാൽ എത്ര നാൾ ഇദ്ദേഹം ഒളിവിലിരിക്കും? എന്തെങ്കിലും ഒരു നാൾ കേരള പോലീസിന്റെ കൈ കിട്ടിയാൽ എന്തായിരിക്കും അവസ്ഥ? അത് ശരിയാണ്. എന്തായാലും ഇപ്പോഴത്തെ ഒരു റിപ്പോർട്ടുകൾ വെച്ച് പ്രകാരം പറയുന്നത് ഈ പാലിയേക്കര ടോൾ കടന്ന് സംസ്ഥാനം പോയിട്ടുണ്ടാകും എന്നാണ് പറയുന്നത്. കാരണം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ കേരള പോലീസിന് അത്ര ഒരു പിടിക്കാനുള്ള സാധ്യത കുറവായിരിക്കും. എങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ കേരള പോലീസ് അത്ര മോശമാണെന്നൊന്നും നമ്മൾ കരുതുന്നില്ല. അന്യ സംസ്ഥാനങ്ങളിൽ പോയിട്ടും പിടികൂടുന്ന ചരിത്രമൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇത് പോലീസിന് നേരിട്ട് വെല്ലുവിളിച്ച ഒരു സംഭവമാണ്. അതുകൊണ്ട് പോലീസ് അതിൻ്റെതായ ഒരു ഇതിൽ തന്നെ എടുക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ഇനിയിപ്പോ അന്യ സംസ്ഥാനങ്ങളെ എന്തായാലും സംസ്ഥാനം വിട്ടിട്ടുണ്ട് എങ്കിൽ ഇത്രയും ഗൗരവകരമായ കാര്യം, ആഭ്യന്തര വകുപ്പ് മന്ത്രിയടക്കം നേരിട്ട് ഇടപെട്ട വിഷയമായതുകൊണ്ട് തന്നെ മറ്റുള്ള സ്റ്റേറ്റിലെ പോലീസുമായി കണക്ട് ചെയ്യാനുള്ള സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പൊ വിദേശത്തേക്ക് കടക്കാന്നുള്ളതാണ്. അപ്പൊ അർജുനായെങ്കിൽ വിചാരിക്കുന്നത് പോലെ കേരളത്തിലെ പോലീസ് എത്ര മണ്ടന്മാരാണ്, അല്ലെങ്കിൽ ജാമ്യം കിട്ടുന്നത് വരെ ഈ കളി തുടരാമെന്നൊക്കെ കരുതിയാൽ ചിലപ്പോൾ പാളാനുള്ള സാധ്യത ഉണ്ട്. ഇനി മറുവശത്ത് ചിന്തിക്കേണ്ട ഒരു കാര്യം, ജാമ്യം കിട്ടിയില്ല എങ്കിൽ കേരള പോലീസിന്റെ കയ്യിലാണ് കിട്ടാൻ പോകുന്നത്. അപ്പൊ ഏതൊക്കെ കേസുകൾ ഉണ്ടാകും? ഇപ്പൊ അർജുനായെങ്കിൽ പറയുന്നത് പോലെ ഈ ഒരു കേസിൽ അദ്ദേഹം നിരപരാധിയാണെങ്കിൽ, ഞാൻ പറയുന്നു അദ്ദേഹം നിരപരാധിയാണ്, തെറ്റ് ചെയ്തില്ല എന്ന പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ പോലീസുകാരെയും സേനയും ഒന്നും അപമാനിക്കുന്ന രീതിയിലായിരുന്നില്ല മുന്നോട്ട് പോകേണ്ടത്. ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ കണ്ട് അദ്ദേഹത്തിന് പറയാമായിരുന്നു കേസ് കൊടുക്കുക, അല്ലെങ്കിൽ ഈ കേസ് ഒന്നുകൂടി നോക്കണം, അന്വേഷിക്കണം എന്നൊക്കെ പറയാവുന്ന, അങ്ങനെയൊക്കെ പല സാഹചര്യങ്ങളുള്ള സമയത്ത് കൂടിയാണ് അദ്ദേഹം ഇത്തരം ഒരു രീതി കാണിച്ചിരിക്കുന്നത്. കേരള പോലീസിന് ഇത് അപമാനമാണെന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ജനങ്ങൾക്ക് ഭയങ്കര ആശങ്ക ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം. ഇതിലൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോഴും അർജുൻ നായങ്കിയുടെ ആ പോസ്റ്റുകളിലാണ് ജനങ്ങൾക്ക് അറിയാവുന്നത്. ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അറിയില്ല. അപ്പോഴും ജനങ്ങൾക്ക് ഒരു ഭാഗം കൂടുതൽ അർജുന്റെ ഭാഗത്തേക്ക് നിൽക്കാനാണ് തോന്നുന്നത്. കാരണം അയാൾ ഒരു കേസിലും ഇപ്പൊ ചെയ്ത കേസിനെ കുറിച്ച് ഈ കേസിലാണ് പ്രതിക്കുന്നത്. അതായത് അങ്ങനെ ഒരു വലിയൊരു കേസായിട്ട് ഈ സംഭവം തോന്നുന്നില്ല. അപ്പൊ ആൾക്കാരിൽ എന്താണ് ഒരു തെറ്റിദ്ധാരണ വരുത്തണം. ഇത്രയും ചെറിയൊരു സംഭവത്തിനാണ് ഇത്രയും വലിയൊരു ആഭ്യന്തര വകുപ്പിന്റെ ഇടപെടൽ, അല്ലെങ്കിൽ തോക്ക് വെച്ച് വെടിവെക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളിലേക്കാണ് ഉള്ളിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. പഴയ കേസൊന്നും അല്ലല്ലോ, ഇപ്പോൾ ഉള്ള പുതിയൊരു കേസ് ഇത്രയും വലിയൊരു സംഭവം ആക്കേണ്ട കാര്യമൊന്നുമില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് ഇപ്പൊ പ്രചരിപ്പിക്കുന്നത്. അപ്പൊ ജനങ്ങളുടെ ഇടയിൽ തന്നെ അർജുൻ ആങ്കിയുടെ പോസ്റ്റുകൾ
ഒരു സംശയത്തിന്റെ ഇത് നിലനിർത്തുന്നുണ്ട്. ഇതെന്താണ് ഇതിന്റെ സത്യാവസ്ഥ, അല്ല, ഏത് കേസിലാണെന്നുള്ളതൊന്നും വ്യക്തമായിട്ട് അല്ലെങ്കിൽ പിന്നെ വരുന്നില്ല. ഇനിയിപ്പോ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കേരള പോലീസിന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വ്യക്തമായി കാര്യങ്ങൾ പറയണം. അദ്ദേഹത്തിന്റെ പേരിൽ ഇത്ര എന്നാലേ കാര്യമുള്ളൂ, കേസുകളുണ്ട്, എന്നാൽ മാത്രമേ ജനങ്ങൾക്ക് അറിയുള്ളൂ കൺവിൻസിംഗ് ആവുകയുള്ളൂ. എന്തൊക്കെ കേസുകളുണ്ട്, അല്ലെങ്കിൽ എങ്ങനെയുള്ള ഇപ്പോ കേസുകളാണുള്ളത്. ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോകുകയാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ചേട്ടൻ പറഞ്ഞതുപോലെ അർജുനായെങ്കി പറയുന്നത് ശരിയാണെന്ന് ജനങ്ങൾക്ക് സംശയം വിശ്വസിക്കുന്ന തോന്നുന്നുണ്ട്. അപ്പൊ എന്താണ് എന്നുള്ളത് ഈ ഒരു കേസ് മാത്രമല്ല, അദ്ദേഹത്തിന്റെ പേരിൽ എത്ര കേസുകളുണ്ട്, ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണെങ്കിൽ അത് അങ്ങനെ എല്ലാ കാര്യങ്ങളും കേരള പോലീസ് അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ആഭ്യന്തര വകുപ്പ് മന്ത്രിയെങ്കിലും അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു ഇപ്പോഴും പല മാധ്യമങ്ങളും പറയാറുണ്ട്. അർജുന ആന്റിയുടെ ഇത്രയും കാലത്തെ കാര്യങ്ങളൊക്കെ വിചാരണ പണ്ടത്തെ കേസുകളൊക്കെ എടുത്തുകൊണ്ടുള്ള ന്യൂസുകൾ, അല്ല, മുമ്പുണ്ടായിരുന്ന ന്യൂസുകളൊക്കെ പഴയ പുറത്തു ന്യൂസ്. വരുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും ഞാൻ പറഞ്ഞത് പക്ഷെ കേരള അതെ പോലീസ് അതെ ഇപ്പോഴത്തെ പുതിയ ഒരു കാല എല്ലാ കേസുകളും കൂടി പറയുകയും ഇപ്പോഴത്തെ കേസിന്റെ പശ്ചാത്തലം എന്താണ് എല്ലാ അതുകൂടി കാര്യങ്ങളും കൂടി പറയേണ്ടതാണ്. പറയുകയാണെങ്കിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഉണ്ടാവുന്ന കുറച്ചുകൂടി ഒരു സംശയം. വിശ്വാസം ആഭ്യന്തര വകുപ്പിലുണ്ടാകും. അതെ അതെ അല്ലെങ്കിൽ ഒരു ആശങ്ക ഉണ്ട്. ഒന്നാമത് കാര്യം ഇത്രയും ദിവസമായി പിടിക്കാൻ പറ്റാത്തത് എന്ന് പറയുന്നത് ഒരു അതെ പരാജയം എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരും. മറുവശത്ത് സംസ്ഥാനത്ത് ഇതുപോലെയുള്ള ആളുകൾ, കേരള പോലീസിനെ പറഞ്ഞിട്ട് പിടിക്കാൻ പറ്റാത്ത ആളുകൾ അല്ലെങ്കിൽ മറ്റുള്ള കേസുകളെ പ്രതികൾ മറ്റുള്ള എങ്ങനെ പിടിക്കും? കേസിലെ പ്രതികളെ എങ്ങനെ പിടിക്കുമെന്നൊരു ആശങ്ക ജനങ്ങൾക്കിടയിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കില്ല, വെടിവെക്കാൻ വാക്കിന് തോക്ക് എന്ന രീതിയാണോ ആഭ്യന്തര വകുപ്പ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള പല ആശങ്കകളും ജനങ്ങൾക്കുണ്ട്. അത് അവസാനിപ്പിക്കാൻ കേരള പോലീസും ആഭ്യന്തര വകുപ്പും തന്നെ മുൻകൈ എടുക്കുകയും വേണം.